നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദീപകെ, നീ അത് കണ്ടില്ലേ? അവന് നേരത്തെ പരലോകത്തേക്ക് പോണമെന്ന് വലിയ തിടുക്കമാണെന്ന് തോന്നുന്നു. പ്രതാപൻ വരാനൊന്നും കാക്കണ്ട, നീ സ്വിച്ച് ഓൺ ചെയ്. ശരി. എന്താ രാജു, എന്താ ഇങ്ങനെ തനിയെ വെച്ചിരിക്കുന്നത്? ശേഖരൻ സാർ അത് കണ്ടോ? ലതിക മാഡം എത്ര സന്തോഷത്തിലല്ലേ? ശരിയാ രാജു, ഋതുമോളെ ഇത്ര സന്തോഷവതിയായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലതിക മാഡത്തിന്റെ സന്തോഷം കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. പക്ഷേ മാഡത്തിന്റെ സന്തോഷം ഇനി അധിക സമയം കാണില്ല എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. അതെന്താ രാജു നീ അങ്ങനെ പറയുന്നേ? പിറന്നാൾ ആഘോഷം മാത്രമല്ല, വിവാഹ നിശ്ചയം കൂടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നതെന്ന് ലതികമ്മയുടെ ഉടനെ മനസ്സിലാക്കും. വർമ്മ സാറിനെ വിട്ട് ഈ വീട്ടിൽ നിന്നും പോകേണ്ടി വരുമെന്ന് ലതികമ്മയുടെ അറിയുമ്പോ മാഡം എങ്ങനെ റിയാക്ട് ചെയ്യുന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. അത് ശരിയാ, ചെക്കനും കൂട്ടരും വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഋതുമോളോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്. നിശ്ചയത്തെക്കുറിച്ച് അവരുടെ മുന്നിൽ വെച്ചറിയുമ്പോ ഋതുമോള് പ്രശ്നം ഉണ്ടാക്കി വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അങ്ങനെ പറഞ്ഞാല്? ആദ്യം ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ ശേഖര സാറേ. അതുവരെയെങ്കിലും ഋതികമ്മയുടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. അതെ, അതും ശരിയാ. അവളുടെ ചിരി കണ്ടില്ല അമ്മേ? പിറന്നാൾ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ മോദി മറന്ന് നിൽക്കാണ് അവള്. ആദ്യമായി അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പ്രതാപൻ സമ്മതം മൂളിയപ്പോ മുതൽ എന്റെ പിടി വിട്ടു നിൽക്കുക ഞാൻ. അവളുടെ നിശ്ചയം മുടങ്ങണം. ഇപ്പൊ അത് മാത്രമായി എന്റെ മനസ്സിൽ. അതിന് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ടമ്മേ. എന്താടാ, എന്താ നീ ചെയ്തേ? ഋതികയുടെ ബർത്ത്ഡേ ദിവസം അവന്റെ ആ രാജുവിന്റെ ഡെത്ത് ഡേ ആവുമ്പോ ഈ നിശ്ചയം മുടങ്ങില്ലേ? മുടങ്ങും. എന്നേക്കുമായി അവന്റെ ശല്യവും നമുക്കില്ലാതാവും. നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അത് പറ. അമ്മതേ, രാജുവിന്റെ കാലിലേക്ക് നോക്കി. അമ്മ വന്നേ. ഇനി അമ്മ ലാസ്റ്റ് സ്റ്റെപ്പിന്റെ താഴേക്ക് നോക്കിയേ. അതമ്മയ്ക്ക് എന്താണെന്ന് മനസ്സിലായോ? ആ വയറിന്റെ കണക്ഷൻ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യും. അമ്മാവൻ ഇറങ്ങി വരുമ്പോ അമ്മാവന്റെ കാലിൽ ചെരുപ്പുണ്ടെങ്കിലും ഹൈ വോൾട്ടേജിൽ അമ്മാവനെ ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിക്കും. ഉറപ്പായും രാജു അമ്മാവന്റെ അടുത്തേക്ക് വരും. കാലില് ചെരുപ്പില്ലാത്ത രാജുവിന് ഹൈ വോൾട്ടേജിൽ ഷോക്ക് അടിക്കും. അതോടെ അവൻ തീരും. എന്നേക്കുമായി രാജു ഒരു ഓർമ്മയാവും. ദീപകെ, നീ അത് കണ്ടില്ലേ? അവന് നേരത്തെ പരലോകത്തേക്ക് പോണമെന്ന് വലിയ തിടുക്കമാണെന്ന് തോന്നുന്നു. പ്രതാപൻ വരാനൊന്നും കാക്കണ്ട, നീ സ്വിച്ച് ഓൺ ചെയ്. ശരി.
നിക്കേ. അയ്യോ രാജു, മോനെ രാജു, നിനക്കെന്തെങ്കിലും പറ്റിയോ? അയ്യോ കുഴപ്പമില്ല. ഇവന്റ് മാനേജ്മെന്റ് ആളുകളോടെ എന്താണോ ഇത്? ഇത്രക്ക് ശ്രദ്ധയില്ലാതെയാണോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? എത്ര വലിയ അപകടമാ. തലനാരിഴയ്ക്ക് മാറിപ്പോയെന്നറിയോ? അത് സാർ, അതിവിടെ ഉണ്ടായിരുന്നില്ല. എടുത്തല്ലോ പോടോ. ദൈവമേ, രക്ഷിച്ചല്ലോ. രാധമേ, സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാമായിരുന്ന നിമിഷത്തിലും കൃത്യസമയത്ത് സൂക്ഷ്മതയോടെ രാജു പെരുമാറിയതുകൊണ്ട് മാത്രം വലിയൊരു വിപത്ത് ഒഴിവായത്. നിനക്ക് നിന്റെ ജീവനേക്കാൾ വലുത് ഞങ്ങളുടെ ജീവനാണോടാ? ഇങ്ങനെയൊക്കെ ചെയ്യാനും മാത്രം എന്ത് നന്മയാടാ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്? അയ്യോ വർമ്മ സാറേ, സാറിങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. വലിയൊരു കാര്യം ചെയ്തിട്ട് നിൽക്കുന്ന നിന്നോട് പിന്നെ ഞാൻ എന്ത് പറയണം രാജു? ഇത്രയും നാളും നീ എന്റെ വിശ്വസ്തനായിരുന്നു. പക്ഷെ ഇന്ന് നീ എന്റെ പ്രാണരക്ഷകനായി. ഏ സാർ, ഇതിനൊക്കെ ഞാൻ നിന്നോട് എന്താ ചെയ്യേണ്ടത് രാജു? സ്വന്തം ജീവൻ പോയാൽ പോട്ടെന്നാ നീ വിചാരിച്ചത്. മരണത്തിന് മുന്നിലും കാലെടുത്ത് നീ മുന്നോട്ടാ വെച്ചത്, അതും എനിക്ക് വേണ്ടി. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുക. നന്ദിയുണ്ട് രാജു. അയ്യോ വർമ്മ സാറേ, വേണ്ട. എന്റെ മോന് വർമ്മ സാറാണല്ല. സ്വന്തം ജീവനേക്കാൾ അവന് വലുത് ഈ കുടുംബമാണെന്ന് അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇന്ന് അവനത് തെളിയിച്ചു. പക്ഷേ വർമ്മ സാറിങ്ങനെ നന്ദി വാക്കുകൾ പറഞ്ഞാൽ അവനത് വിഷമാവും. അതാ അവന്റെ മനസ്സ്. കേട്ടില്ലേ ശേഖര, അവരുടെ മകനെ പറ്റിയേക്കാമായിരുന്ന ആപത്തിനെ കുറിച്ചല്ല അവരിപ്പോഴും ചിന്തിക്കുന്നത്. നമ്മുടെ കുടുംബമാണ് അവർക്ക് വലുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.